മോട്ടിവേഷൻ മൂക്കുത്തി. അപ്പോൾ അവനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കറിയില്ല ഇവൻ്റെ പ്രശ്നം എന്താണെന്ന്. ഇവൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ, മറ്റേ നല്ല ചൂരൽ വടിയെടുത്തിട്ടേ കുണ്ടിക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. എന്നാൽ പിന്നെ അവൻ തെറി വിളിച്ചു. അവൻ ഒറ്റ തന്തക്കുണ്ടായാലാണ് അവൻ നമ്മൾ തിരിച്ച് കോൾ ചെയ്യുമ്പോൾ എടുക്കണ്ടേ. എന്നാലും തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ ഇവൻ കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നേ ഈ വീട്ടുകാർ തന്നെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നതാണോ എന്ന്. അവൻ്റെ വായിലിരിക്കുന്ന വർത്തമാനത്തിൻ്റെ ആണത്. സത്യമായിട്ട് ഞാൻ പറയാം, അവൻ്റെ വായിലിരിക്കുന്ന വർത്തമാനത്തിൻ്റെ ആണത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ആക്ച്വലി ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ, പരിചയപ്പെടുത്തി തരാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് ആ പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇൻസ്റ്റ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാൽ റിക്വസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു തെറി. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്നറിയോ? കുറച്ച് നാൾ എയറിലായില്ലേ, എയറിലാണ് ഇപ്പോഴും, അവൻ ഇറങ്ങിയിട്ടില്ല. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോട്ടിവേഷൻ മൂക്കുത്തി. അപ്പോൾ അവനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ കാര്യമൊന്ന് ഞാൻ നിങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. ആ മെസ്സേജ് അടക്കം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി എൻ്റെ പുറകെ ക്യൂനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാനിപ്പോൾ നിൽക്കുന്നത് HMTയിലാണ് കേട്ടോ, HMT റോഡിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ മൂക്കുത്തി. ഇവൻ കാണുന്നുണ്ടോ? ഇവൻ ആക്ച്വലി എന്നെ ഇന്നലെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇവൻ എന്താ മെസ്സേജ് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, എനിക്കറിയില്ല ഇവൻ്റെ പ്രശ്നം എന്താണെന്ന്. ഇതാണ് ഇവൻ അയച്ച മെസ്സേജ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതാണ് അവൻ അയച്ച മെസ്സേജ്. എന്നാൽ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് നോക്കി മെസ്സേജ് കണ്ടു. ഞാൻ തിരിച്ച് കോൾ ചെയ്തു. ഇത് ഇഷ്ടം പോലെ കോൾ ചെയ്തിട്ട് അവൻ എടുക്കുന്നില്ല. അല്ല, നോർമലി ഇപ്പം നമ്മളും ഇവൻ സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യുന്ന ആളാണ്. നെഗറ്റീവ്സും പോസിറ്റീവ്സും വരും. ഇപ്പം ഞങ്ങളുടെ കേസിലായാലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. നമ്മൾ അത് രണ്ടും ആ ഒരു വേയിലെടുക്കണം. ഇവനത് അങ്ങനെ എടുത്തില്ലേ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ് ആണേലും പോസിറ്റീവ് ആണേലും വരും. പക്ഷേ എനിക്കറിയാൻ പാടില്ല ഇവൻ എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയച്ചതെന്ന്. അത് വേറൊന്നുമല്ല, പുള്ളി ഒരു മാസ് സെറ്റപ്പിലുള്ള ആളാണല്ലോ. അല്ല, ഇവൻ വിചാരിച്ചു ഇവന് ഒരു 4-3-7 ഫാൻസ് ഉണ്ട്. അത് 95K ഫോളോവേഴ്സ് ഉണ്ട്, 95K ഫോളോവേഴ്സ് ഉണ്ട്. അത് കണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പുള്ളീൻ്റെ കുറച്ച് ഫാൻസുകാർ വന്നിട്ട് നെഗറ്റീവ് ഇടുന്നതും അല്ലെങ്കിൽ പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും അതിലൊന്നുമല്ല ഇഷ്യൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുടെ എന്താണ്, നിങ്ങൾക്ക് എന്ത് സൈഡാണ് നിങ്ങൾക്ക് നല്ല കുറേ മോട്ടിവേഷൻ പറയുന്നുണ്ട്. അല്ല, പുള്ളീൻ്റെ എന്ത് സൈഡാണ് നിങ്ങൾ എന്താണ്, പുള്ളി എന്താണോ ഈ മോട്ടിവേഷൻ എന്ന രീതിയിൽ നമുക്ക് തരുന്നൊരു നല്ല കാര്യമെന്ന് ആലോചിക്കണം. ഇവൻ ഇപ്പോഴും ഇങ്ങനെ ട്രിഗറായിട്ട് വന്ന് ഇങ്ങനെ തെറി പറയുമ്പോഴത്തേക്കും ആൾക്കുണ്ട് ഈ പറഞ്ഞ, ഞാൻ ഇവനെയായിട്ടോ അവനെയായിട്ടോ പറയുമല്ല, ആ പറഞ്ഞ തെറി ആൾക്കുണ്ട് സ്വന്തമായ ഒരു അമ്മ. അപ്പം നമ്മൾ ആളെ പറയുമ്പോൾ ഇല്ലെങ്കിൽ നല്ലൊരു അമ്മയ്ക്കോ ഒരു നല്ലൊരു അനിയത്തിയുണ്ടെന്ന് പറഞ്ഞു. അത് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അവൻ്റെ ഒരു ഇത് കാരണം അനിയത്തിക്ക് സ്കൂളിൽ പോകാം. എങ്ങനെ പോകാൻ പറ്റും? ഇങ്ങനെയല്ല ചേട്ടൻ ഉണ്ടാക്കുന്നത്, വള്ളി പിടിക്കുന്നത് ഇങ്ങനെയല്ലേ ഇവൻ. അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തിൽ വന്ന് ഇൻബോക്സിൽ പറഞ്ഞ് കോൾ എടുക്കണം. എന്നിട്ട് ഞാനൊരു കുറേ പ്രാവശ്യം വിളിച്ച് കട്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം ഞാൻ കോൾ ചെയ്തപ്പോൾ അവൻ എടുത്തിട്ട് സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് കോൾ എടുത്ത് കഴിഞ്ഞാൽ ഹലോ അതല്ലേ സംസാരിക്കുന്നത്. ഇവൻ കോൾ എടുത്തിട്ട് അങ്ങ് തന്തക്കും തള്ളക്കും അങ്ങ് വിളിയാ. ഇവൻ്റെ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു ഇവൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണോ അതാണ് അവൻ്റെ വീട്ടുകാരെന്ത് കാണിച്ചു കൊടുത്തു അതാണ് അവൻ ഈ സോഷ്യൽ മീഡിയയിലും വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ഒരു സാമാന്യ മര്യാദ വേണ്ടേ? തെറി പറയുന്നതിലല്ല, അതിനൊരു ലോജിക്ക് വേണം. ഒരാളൊരു കമന്റ് ഇട്ട് അയാൾ ഉടനെ പോയി അയാളുടെ വീട്ടിലുള്ളവരെ പറയാ. ഓക്കെ, നമ്മൾ തിരിച്ചു പറയുമ്പോൾ ആൾക്ക് ഇങ്ങ് കൊള്ളും. അന്ന് ഞാൻ ലാസ്റ്റ് കണ്ട ഇന്റർവ്യൂലാണ് ആള് പറയുന്ന ആളെ അങ്ങ് എല്ലാരും കൂടി ഡിഗ്രേഡ് ചെയ്ത് എന്താക്കി, ഇതാക്കി, ഷസാമാക്കി, വിക്കിയാക്കി. എങ്ങനെ അവരാരും ചുമ്മാതെ അല്ല. ഇപ്പോ നമ്മൾ കാണാത്തായിരിക്കും. അതല്ല, വേറൊരു കാര്യം പറയട്ടെ. ഷസാം ഇവൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അത് പോട്ടെ, വിക്കിത്തൊക്കെ വീഡിയോ ഇട്ടു. അതും കഴിഞ്ഞിട്ട് ഇവന്മാരെ എല്ലാം റോസ്റ്റ് ചെയ്ത് ഇവനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാസമൊക്കെ ഇട്ടിട്ട് വീണ്ടും അവൻ പോസ്റ്റ് ചെയ്തു. ഇപ്പം ആ പോസ്റ്റേ കാണാനില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, ഇവന് 4-3-7 കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അതെ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഇത് കണ്ടിട്ട്
ഇവൻ നമ്മളെ ഇങ്ങനെ വന്ന് തെറി വിളിക്കുമ്പോൾ ഇവൻ വിചാരിച്ചാണ് നമ്മളൊന്നും കേൾക്കാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് ഇവനൊന്നും സംസാരിക്കാനില്ല. ഇവനെ തെറി വിളിക്കണം, കട്ടാക്കണം. ഞാൻ കോൾ ചെയ്തു, സംസാരിച്ചു, അവനങ്ങ് കട്ടാക്കിപ്പോയി. സ്പോട്ടിൽ അവൻ എന്നെ ബ്ലോക്കും ചെയ്തു. ഇത്രയും പേടിയുള്ളവൻ എന്തിനാണ് ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട കാര്യം? ആക്ച്വലി ഞാൻ ഇവൻ്റെ ഏതൊരു പോസ്റ്റിൽ പോയി കമൻറ്റ് ഇട്ടതിനാണ് ഇവൻ തെറി വിളിച്ചത്. ഞാൻ കമൻറ്റ് ഇട്ട വേറെ ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ലൈറ്റ്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഇവൻ്റെ സ്കാം അടക്കം, ഇവൻ പൈസ മുക്കിയതും അതും ഇതെല്ലാം പ്രൂഫ് അടക്കം ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് ഇവൻ എയറിലായ സമയത്ത് കമൻറ്റ് ഇട്ട്. ഇവന് അത്രയും ട്രിഗർ ആവേണ്ട കാര്യമില്ല. പോട്ടെ, ഞാനിവൻ്റെ വീട്ടുകാരെ ഒന്നും വിളിക്കാൻ നിന്നില്ല. അത് പോട്ടെ. സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവും വരും പോസിറ്റീവും വരും. അത് മൈൻഡിലെടുക്കാതെ ഇവൻ വെറുതെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നതാണ് അല്ലേ? ഇപ്പൊ നമ്മള് അവൻ പറഞ്ഞ സെയിം രീതിയിൽ നമുക്ക് പറയാൻ അറിയാഞ്ഞിട്ടോ അതെ, അതല്ല വെറുതെ ഇതിന്റെ അപ്പുറം നമുക്ക് വേണേ പറയാം. അല്ല ഇപ്പൊ നമ്മൾ അവന് വിളിച്ച് അവൻ പറഞ്ഞ സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാലും മതി. ലൈക്ക് അവന്റെ അമ്മയെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനോ? അപ്പോൾ ഗൈസ്, ഇവൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? മറ്റേ നല്ല ചൂരൽ വടിയെടുത്തിട്ടേ കുണ്ടിക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. സത്യമായിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ചൂരൽ നല്ല തീയിലിങ്ങനെ പഴുപ്പിച്ചിട്ടുണ്ടല്ലോ, കുണ്ടിക്ക് കുറച്ച് എണ്ണയും തേച്ച് നല്ല അടി കൊടുക്കുക ഇവനെ. ആർക്ക്? ഈ മോട്ടിവേഷൻ മൂക്കുത്തിക്ക്. ഇവനിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് 4-5-6 തന്തക്ക് വിളിയും തള്ളക്ക് വിളിയായിട്ട് ഇവൻ വരും. അതാ ഈ തെറി വിളിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് കുറച്ചൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയുന്നത് അവനതൊരു ക്രെഡിറ്റ് ആയിട്ട്. എനിക്കെന്നാൽ അറിയാൻ പാടില്ലാത്ത എന്താ അറിയാം, ഇവൻ വെറുതെ വന്ന് ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കേണ്ട കാര്യം എന്താ? എന്നാൽ പിന്നെ അവൻ തെറി വിളിച്ചു, അവൻ ഒറ്റ തന്തക്കുണ്ടായാലാണ് അവൻ നമ്മൾ തിരിച്ച് കോൾ ചെയ്യുമ്പോൾ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കേൾക്കണ്ടേ? അവൻ കോൾ എടുത്ത പാട് എന്തിനാണ് നീ അങ്ങനെ കമൻറ്റ് കുറേ തെറി അങ്ങ് വിളിക്കുക, വാ തുറന്ന് അങ്ങ് തെറി വിളിക്കുക. കമന്റ് ഇടാൻ പാടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ പാടില്ലാത്തവരടുത്ത് വീഡിയോ ഇടുക. ലൈക്ക് നമ്മളുടെ കാര്യം തന്നെ എടുക്കണേ. നമുക്കുണ്ട് മോശമായ കമന്റ്, നല്ല കമന്റ്, നമ്മളത് മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ്. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഇവൻ്റെ അസുഖമില്ല, കുറച്ച് കൂടുതൽ. ഇവൻ വെറുതെ അങ്ങ് തെറിയെന്ന് പറഞ്ഞിട്ട് കുറേ മോട്ടിവേഷൻ അങ്ങ് ഇറക്കി വിടുക. എന്ത് കാര്യം ഇരിക്കണം? ഇവൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് മേടിക്കുക, എന്നിട്ട് എങ്ങനെയായാലും 4 ആൾ അറിയാം. എന്നാലും തെറി പറഞ്ഞൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇവൻ്റെ വീട്ടിലും ഇല്ല, അല്ല ഇവൻ്റെ വീട്ടിലില്ല അമ്മ അനിയത്തിക്ക്. അതൊക്കെ അവൻ ചിന്തിക്കണം. ലൈക്ക് നമ്മൾ ഒരാളുടെ അമ്മയെ പറയുമ്പോ ആള് തിരിച്ച് അമ്മയ്ക്ക് പറയുമ്പോ എങ്ങനെ ഉണ്ടാവും? അല്ല ഇവൻ അങ്ങനെ എന്തേലും മര്യാദയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് സീരിയസ്ലി അങ്ങനെ പറയുമ്പോഴത്തേക്കും അവനത് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ പറയണത്. ഇവൻ നല്ലൊരു അമ്മയ്ക്ക് ഉണ്ടായ ഒരാളാണെങ്കിൽ, നല്ലൊരു അച്ഛൻ ഉണ്ടായ ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇമാജിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നേ ഈ വീട്ടുകാർ തന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നതാണോന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവനെ കുറിച്ച് വീഡിയോ ചെയ്യണോ കാര്യമൊന്നുമില്ല. എനിക്ക് ഇവനൊന്നും എൻ്റെ ഒന്നും അല്ല. ഞാൻ ഇവനൊന്നും മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അവന് 95K ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തുണ്ടെന്ന് നമുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പറയും, ഈ ഉള്ള 4 പേരെടുത്ത് പറയണം ഇതുപോലുള്ള ആള് തരുന്ന മോട്ടിവേഷൻ കേൾക്കാതിരിക്കും. അതെനിക്കറിയാൻ പാടില്ല. ഇവന്റെ മോട്ടിവേഷൻ കണ്ടിട്ട് കുറച്ച് ഇവന്റെ കുറച്ച് 4-5 ഫാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഈ ചെയ്യുന്ന ഒരു വീഡിയോ ആയാലും ഒരിതായാലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യണം. അല്ലാതെ വേറൊരാൾ ഇത് ലൈഫിൽ എടുത്ത് ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞ് ചെയ്യുവല്ല. അതുകൊണ്ട് ഇത്തരം മോട്ടിവേഷൻ, അതും ഇത്ര കച്ചറ ഭാഷയിൽ സംസാരിക്കണവരുടെ ഒന്നും എനിക്കറിയാൻ പാടില്ല ഈ തെറി വിളിച്ച് എന്ത് മോട്ടിവേഷൻ കിട്ടുന്നത്. അതിൽ കമന്റ് ഇടാൻ കുറെ എണ്ണവും പൊളി മുത്തേ സൂപ്പർ അതാണ് ഇതാണ്. എല്ലാരും ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എല്ലാരും പ്രോത്സാഹിപ്പിക്കും, എന്താക്കും. പക്ഷെ അത് നമുക്കൊരാൾക്ക് വരുമ്പോഴോ നമ്മളോട് അല്ല ഓക്കെ ഒരു കാര്യം പറ്റേ തെറി വിളിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ഫ്രണ്ട്സുമായിട്ട് സർക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നുണ്ട്. എന്നാലും തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ ഇവൻ കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. ഇനി ഇവൻ്റെ വീട്ടിൽ ഇവൻ ഇങ്ങനെ തന്നെയാണോ? വീട്ടുകാരുടെ രാവിലെ എണീച്ചിട്ട് അങ്ങനെ പറഞ്ഞ് ഒരു ചായ, ഇതാണോ ഇവൻ്റെ സ്വഭാവം? എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വീട്ടുകാരെല്ലാം വട്ടത്തിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരും. ഭരണിപ്പാട്ട് അതെ. പിന്നെ ഡബിൾ ഡാഡി പേഴ്സണൽ ഡിസോർഡർ ഉള്ളവരായിരിക്കണം. അല്ല ഞാൻ അവനൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു, ഒറ്റ തന്തക്കുണ്ടാകാനാണെങ്കിലും എനിക്കൊന്ന് റിപ്ലൈ താന്ന്. അതിനും അതും ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അതല്ല ഈ തെറി വിളിക്കും.
ഒന്ന് തെറി വിളിക്കുന്ന ധൈര്യം മതി ആ കോൾ എടുത്ത് 2 മിനിറ്റ് അത്ര ധൈര്യമുള്ളവന് മെസ്സേജ് അയക്കാൻ, ഇങ്ങനെ തെറി വിളിച്ച് മെസ്സേജ് അയക്കാൻ ധൈര്യമുള്ളവന് ഒന്ന് വിളിച്ച് അവന്റെ വീഡിയോയ്ക്ക് ഒരു 1000+ കമന്റ്സ് ഉണ്ടായിരിക്കും, ഒരു 1000+ ആൾക്കാരുടെ ഇൻബോക്സിൽ പോയിട്ട് ആ 1000+ ആൾക്കാർ അവന്റെ വീട്ടിലിരിക്കുന്ന ആ അമ്മയ്ക്ക് വിളിച്ച് എന്തിനാണ് വഴിയെ പോകുന്നവരെ കൊണ്ട് സ്വന്തം അമ്മയെ ഇങ്ങനെ വിളിപ്പിക്കുന്നത് മിസ്റ്റർ? നിങ്ങളെ വിളിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് നിന്ന് വിളിക്കും, കാരണം അങ്ങോട്ട് ചെന്ന് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ നിന്റെ അമ്മയ്ക്ക് പറയുന്നില്ല, കാരണം നമ്മൾ നിന്റെ ഒപ്പം താഴ്ന്നില്ല. അതെ, പിന്നെ പറയാൻ അറിയാത്തതുകൊണ്ടല്ല പറയുന്നില്ല, പക്ഷെ ഒരു 1000 വട്ടം പറഞ്ഞതായിട്ട് നീ കൂട്ടിക്കോ. നീ പറഞ്ഞ സംഭവം ഇവന് ഇതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാണില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്നും അവൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. അല്ല, ഇവന്റെ കുഞ്ഞിപ്പിള്ളേർ മനസ്സുണ്ടല്ലോ, പേജും അല്ലാത്ത പേജും ഒക്കെ ഉണ്ടല്ലോ. ഇവനെ അത്ര ധൈര്യമുള്ളവനാണ് ഈ മെസ്സേജ് അയച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അത്രയും ട്രിഗറായി നിൽക്കുന്നവനാണെങ്കിൽ ഒരു തെറിയും വിളിച്ച് അവൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല, എന്നാൽ പിന്നെ അവന് ബ്ലോക്ക് ചെയ്ത് പോകേണ്ട കാര്യമുണ്ടോ? അവന് ഒറ്റത്തന്തൊക്കെ ഉണ്ടാകാനാണ് അവനങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 2000+ കമന്റ് ഉണ്ട്, ആ 2000+ ആൾക്കാർക്ക് ഇതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. എൻ്റെ റിപ്ലൈ പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല നല്ല മോട്ടിവേഷൻ ഇവൻ തരുന്നത്. ഇങ്ങനെയാണ് ഇവൻ്റെ മോട്ടിവേഷൻ അടുത്ത് തന്നെ നിൽക്കും. ഞാൻ അത്ര പറയും, ലൈവിൽ നിൽക്കാനായിട്ടുള്ള കഷ്ടപ്പാടാണെന്നേ ഞാൻ പറയുള്ളൂ. ആള് എന്ത് ചെയ്തും നിൽക്കണം എന്നുള്ളത് അത് ആൾക്കാരുടെ ഇഷ്ടമാണ്, പക്ഷെ ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന വേ ആണ് എങ്ങനെ പോയിട്ട് നിൽക്കണം എന്നുള്ളത്. ഗൈസ്, എനിക്ക് വേണേ ഇവൻ വിളിച്ച തെറി തന്നെ തിരിച്ച് വിളിച്ചിട്ട് വേണേ ഇത് തീർക്കായിരുന്നു. ഇവൻ ഇങ്ങോട്ട് തെറി വിളിച്ച് എനിക്ക് വേണേ വോയിസ് വെച്ച് നല്ല തെറി വിളിക്കായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എൻ്റെ മാന്യതയല്ല, അതാണ് നീയും അവനും തമ്മിലുള്ള വ്യത്യാസം. ഇനി എനിക്കിത്രേ പറയാനുള്ളൂ. എനിക്കിതൊന്നും പൊക്കി പിടിച്ച് വീഡിയോ ഇടേണ്ട കാര്യമില്ല, പക്ഷെ എനിക്ക് വെറുതെ വന്നിട്ട് ഒരുത്തന് ഇത്രയും തെറി വിളിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റൂല. ചായ കുടിക്കാൻ പോകാം. ചായ കുടിക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, സംസാരിച്ച് നമ്മുടെ എനർജി വേസ്റ്റ് ആയി. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചായ കുടിക്കേണ്ട ചിന്ത ഉണ്ടല്ലോ. അതല്ല, അങ്ങനെയല്ല, എനിക്കത് സീരിയസ്. എനിക്ക് വെറുതെ ഇൻസ്റ്റയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് തന്തക്കും നള്ളക്കും വിളിച്ചു പോകുമ്പോൾ നമ്മൾ മിണ്ടായിരിക്കുമോ? അത് ഗായ്സ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ടോപ്പിക് എനിക്ക് പറയാനില്ല, കാരണം ഇത് പേഴ്സണൽ ഇഷ്യൂസാണ്. എന്നാലും ആസ് എ പേഴ്സൺ ഞാൻ പറയുവാണ്, എന്താ മൂക്കുത്തി എന്നാണോ പേര്? മോട്ടിവേഷൻ മൂക്കുത്തി. എന്നാ ചേട്ടാ, ഇത് വേറൊരാളെ പറയുമ്പോഴത്തേക്കും സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെന്ന് ഓർക്കുക. ഇതിനടിയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ ആരും ഒരു വ്യക്തിയെ താഴ്ത്തി കെട്ടാൻ നോക്കില്ല. ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകാതെ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ വന്ന് ഇൻബോക്സിൽ വന്ന് വലിയ എന്തായിട്ട് ഞാൻ ഇട്ടില്ല. എന്ത് എടാ, നീ ഇപ്പൊ തിരിച്ചു പറഞ്ഞാൽ കമന്റിന് റിപ്ലൈ ചെയ്യാൻ വീട്ടുകാരെ പറയേണ്ട കേസ് അങ്ങനെ ചെയ്യാം. അത് ചെയ്യാതെ ചെയ്തത് മാസ് ആ സംഭവം ഫാൻസുകാർ BGM ഒക്കെ ഇട്ട് സെറ്റാക്കും, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ആ ഇന്റർവ്യൂ വന്ന് പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ആ കരഞ്ഞ് മെഴുകിയപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ട്. എങ്കിലും പറയാ, നീ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടാണ് നിനക്ക് ഇത്രയും കിട്ടുന്നതെന്ന് എനിക്ക് മേടിച്ചാണ് ഈ പറയുന്ന ഷസാമിന്റെ ഇവനൊക്കെ ചൊറിഞ്ഞ് മേടിച്ചാണ്. ഇവന്റെ വായിലിരിക്കുന്ന വർത്താനത്തിന്റെ ആണത്. സത്യമായിട്ട് ഞാൻ പറയാം, അവന്റെ വായിലിരിക്കുന്ന വർത്താനത്തിന്റെ ആണത്. 2 കൈ അടിക്കാതെ സൗണ്ട് കേക്കില്ല ബ്രദർ. പക്ഷെ ഇവൻ വിചാരിച്ചു ഇവൻ അങ്ങ് മെയിൻ ആവുന്നു. പക്ഷെ ലൈറ്റ് സ്ട്രീമിംഗ് ഉണ്ടല്ലോ, വന്ന് അവൻ വന്ന് പറഞ്ഞപ്പോ നീ അത് പേടിച്ച് ആ സെറ്റപ്പ് അങ്ങനൊന്നുമില്ല. നമ്മളെ വീട്ടിലിരിക്കുന്നവരെ പറയുമ്പോ അതിപ്പോ എത്ര വലിയ ആളായാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ നമുക്ക് തിരിച്ചു പറയാം, ഒരു കുഴപ്പമില്ല. അനിയത്തിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതോ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാത്തതൊക്കെ അതൊക്കെ ഇവന്റെ കയ്യിലിരിപ്പാണ് മാത്രം. ഇവന്റെ സ്വന്തം കയ്യിലിരിപ്പാണ്. ഇവന്റെ പെങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അമ്മ ഒന്നും പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാലേ ശരിയല്ലോ, വണ്ടി കയറി നമുക്ക് ചായ കുടിക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ അമ്മയാണെന്ന് നമ്മള് എടുക്കുന്നു, തിരിച്ചു പറയുന്നില്ല. സ്നേഹം മാത്രം. നന്നായി.